CPM വയനാട് ജില്ലാ സെക്രട്ടറി പി ഗഗാറിൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഗഗാറിൻ, നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നു കേന്ദ്രം L3 ദുരന്തമായി ഇതിനെ പരിഗണിക്കും എന്നുള്ള രീതിയിൽ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകൾ അസ്ഥാനത്താകുന്ന ഒരു കാഴ്ച ഇപ്പോഴുണ്ട്. പക്ഷേ ഹൈക്കോടതിയിലാവട്ടെ കേന്ദ്രം ഒരു അന്തിമ നിലപാട് വ്യക്തമാക്കിയിട്ടുമില്ല. ഹൈ ലെവൽ കമ്മിറ്റിയുടെ പരിഗണനയിലാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയ നീക്കം തന്നെയായി ഇതിനെ അങ്ങ് കാണുന്നുണ്ടോ? ഇതിനകത്ത് സംസ്ഥാന സർക്കാരിന് ഒരേ സമയം ലീഗൽ ഫൈറ്റും പൊളിറ്റിക്കൽ ഫൈറ്റിലേക്കും കടക്കാനൊക്കെ പറ്റും. എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയെ അങ്ങ് നോക്കിക്കാണുന്നത്? ഇത് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് സംബന്ധിച്ച് ഞങ്ങൾക്ക് നേരത്തെ തന്നെ ഞങ്ങൾ പറയാറുണ്ട്. കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാട്, ഇവിടെ എന്ത് ദുരന്തം നടന്നാലും അതിന് ഓരോ ന്യായം പറഞ്ഞ ഒരു പൈസയും തരാതിരിക്കുകയും, എന്നാൽ മറ്റ് പല സംസ്ഥാനങ്ങളോടും BJPക്ക് താല്പര്യമുള്ള സംസ്ഥാനങ്ങളോട് എടുക്കുന്ന സമീപനം നമ്മൾ കാണുന്നുണ്ടല്ലോ. ഒരു മാനദണ്ഡമോ മറ്റേതെങ്കിലും ഒന്നും കാണാതെ തന്നെ അഡ്വാൻസ് ആയി തന്നെ ഇത്തരം ദുരന്ത സ്ഥലത്ത് പണം കൊടുത്ത അനുഭവം നമുക്ക് ഇന്ത്യയിൽ ഈ അടുത്ത കാലത്തുണ്ടല്ലോ. വയനാട്ടിലെ ചൂരൽമല ദുരന്തം പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കണ്ടതാണ്. നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തു. കാരണം പണം ഇതിന് തടസ്സമാകില്ല എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടാണ് പോയത്. പക്ഷേ അവരുടെ സ്വതസിദ്ധമായ രീതി തുടരുകയാണ്. സംസ്ഥാനങ്ങളോടുള്ള വിവേചനം, പ്രത്യേകിച്ച് കേരളത്തോട് ഉള്ള വിവേചനം തുടരുകയാണ്. എന്ത് തന്നെ സംഭവിച്ചാലും കേരളം രക്ഷപ്പെടാൻ പാടില്ല എന്ന BJPയുടെ സങ്കുചിതമായ മനോഭാവം വളരെ വ്യക്തമാക്കുന്നതാണ് ഇപ്പോ ഈ ഏറ്റവും അവസാനം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്ന പ്രഖ്യാപനത്തോടു കൂടി അത് കൂടുതൽ വ്യക്തമാവുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതിന് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ശക്തമായ സമരം തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ സംസ്ഥാന ഗവൺമെന്റ് ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്രം സഹായിച്ചില്ല എന്നുള്ളത് കൊണ്ട് ദുരന്തബാധിതരെ പ്രയാസപ്പെടും എന്ന നില ഉണ്ടാവില്ല. അത് എന്ത് ത്യാഗം സഹിച്ചും ദുരന്തബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തുമെന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ BJP അതിന്റെ കൃത്യമായ സ്വഭാവം കാണിക്കുകയാണ്. നമ്മുടെ ഫെഡറൽ തത്വങ്ങളെ വെല്ലുവിളിക്കുകയാണ്, ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളെ എന്ത് ചെയ്താലും എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്കൊന്നുമില്ല എന്നുള്ള മനോഭാവത്തോടുകൂടി പെരുമാറുക. ഇതിനെ തീർച്ചയായിട്ടും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭം ശക്തിപ്പെടുത്തും. ഗവൺമെന്റ് സ്വാഭാവികമായിട്ട് നിയമപരമായിട്ടുള്ള നിലപാടിലേക്കും പോകും മുന്നോട്ട്. ശരി, ഫെഡറൽ തത്വങ്ങളെയും ജനാധിപത്യത്തെയും വെല്ലുവിളിക്കുകയാണ്. ഈ ക്രൂരമായ അവഗണനക്കെതിരെ ഇരകളെയും ഒപ്പം നാട്ടുകാരെയും ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ടുള്ള ശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക് പോകും എന്നുള്ളൊരു നിലപാടാണ് CPM വയനാട് ജില്ലാ സെക്രട്ടറി ഗഗാറിൻ മുന്നോട്ട് വെക്കുന്നത്.